എൻ്റെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, നമ്മൾ പുതിയ ഒരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതിനുമുമ്പ് പറയട്ടെ, നമ്മുടെ പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉയർന്ന മാർക്ക് മേടിച്ച് പാസ്സാവുക എന്നുള്ളതാണ്. അതിന് സഹായകമായ എല്ലാ വീഡിയോസും, മാത്സിന്റെ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ അധ്യായങ്ങളുടെയും റിവിഷൻ ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കാണുക, നല്ല മാർക്ക് വാങ്ങി എല്ലാവരും പാസ്സാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സോടെ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന അധ്യായം അവസാനിക്കുകയാണ്. എങ്കിലും തുടർന്ന് ആ അധ്യായത്തിന്റെ റിവിഷൻ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. അതും നിങ്ങൾ കാണുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. തുടർന്ന് നമുക്ക് സോൾസ് എന്ന അധ്യായത്തിലേക്ക് കടക്കാനുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ടാൻജൻസ് എന്ന അധ്യായത്തിന്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എന്നുള്ളതാണ്. അന്തർവൃത്തത്തിന്റെ ആരം എന്നുള്ളതാണ്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യം SLC പരീക്ഷയ്ക്ക് ചോദിക്കും. അത് 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് നല്ല കൃത്യമായിട്ട് ഭംഗിയായിട്ട് അത് പഠിച്ചു വയ്ക്കുക. അത് അല്പം ട്വിസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തി ചോദിച്ചേക്കാം. എങ്കിലും നിങ്ങൾ അത് വിട്ടുകളയരുത്. നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപ് അതിനോടനുബന്ധിച്ചുള്ള ഒരു കാര്യം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്നുള്ള കാര്യം, ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് കടക്കാനായിട്ട്. നമുക്കറിയാം, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ബേസ് ആൻഡ് ഹൈറ്റ് B and H are given. Then area is equal to half BH. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. Area is equal to half BH, where B is the base and H is the perpendicular distance from opposite vertex to the base. അതിനെ നമ്മൾ H എന്ന് വിളിക്കും, half BH. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിലോ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH തന്നെ, വേർ B ആൻഡ് H ആർ പെർപെൻഡിക്കുലർ സൈഡ്സ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് അല്ലാത്ത 2 സൈഡ്സ് ആണ് ബേസും ഹൈറ്റും. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദെൻ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH തന്നെ. ഇനി മൂന്നാമതായിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് A, B ആൻഡ് C. എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് A, B ആൻഡ് C. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിന്റെ വശങ്ങൾ സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, സ്മോൾ ലെറ്റർ C. വശങ്ങളുടെ നീളങ്ങൾ ABC ആയ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് 9ാം ക്ലാസ്സിൽ വിശദമായി ആ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയതാണ്, ഡിറൈവ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നന്നായിട്ട് ഒന്ന് ഓർത്തിങ്ങോട്ട് പോവാം. എന്താണ്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് ABC ഈസ് root of S into S minus A into S minus B into S minus C, where S is the semi-perimeter of sum of 3 sides divided by 2 or A plus B plus C by 2. ഈ കാര്യം എഴുതി വെച്ചോ, ബുക്കിലേക്ക് എഴുതി വെച്ചോട്ടോ, ഇത് ആവശ്യമുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് 3 sides. അത് വെച്ചോണ്ടുള്ള ഒരു പ്രോബ്ലം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. നോക്കാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 12 cm, 35 cm and 43 cm. 12 cm, 35 cm, 43 cm വശങ്ങളുള്ള ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക. അതാണ് ചോദ്യം. നമ്മൾ 9ൽ പഠിച്ചതാണ്, എങ്കിലും ഈ വർഷവും ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം. അത് A എത്ര? 12, B 35 and C 43. ഇതാണ് തന്നിരിക്കുന്നത്. Then we can calculate the S first. S എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ അല്ലെങ്കിൽ പെരിമീറ്ററിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതി. A plus B plus C by 2. That is 12 plus 35 plus 43 by 2. ഓർമ്മ വരുന്നുണ്ടല്ലോ നിങ്ങൾ പഠിച്ചത്? is equal to 35ഉം 12ഉം 43ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 90. 90 divided by 2 is equal to 45. So 45 is yes. S എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ. യെസ്, ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി then calculate the area of triangle എന്ന ചോദ്യം. ഏരിയ കാണാനുള്ള ഫോർമുല ഇരിക്കുന്നു. എന്താണ്? റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C, where S is equal to A plus B plus C by 2. ഇവിടെ നമുക്ക് ഈ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. റൂട്ട് ഓഫ് എസിന് പകരം നമുക്ക് കിട്ടി 45 ഇൻറ്റു S മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? 45 മൈനസ് എയുടെ വില എത്രയാണ്? അത് ഇവിടെ ഉണ്ടല്ലോ, 12 ഇൻറ്റു എസിന് പകരം 45 മൈനസ് ബിയുടെ വാല്യൂ 35 ഇൻറ്റു എസ് മൈനസ് സിക്ക് പകരം 43 എന്ന് എഴുതാം. ഇനി ഇതൊന്ന് മൈനസ് ചെയ്യാം. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എഴുതിയല്ലോ ഇതൊക്കെ.
അപ്പോൾ 45 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 45 ഇൻറ്റു 45 മൈനസ് 12 എത്രയാണ്? 33 ഇൻറ്റു 45 മൈനസ് 35 എത്രയാണ്? 10 ഇൻറ്റു എസ് മൈനസ്, ഇവിടെ എസ് 45 ആണ്, 45 മൈനസ് 43 2 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തതിനു ശേഷം അതിന്റെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ ഞാൻ ഫൈനൽ ആൻസർ എഴുതിയാണ് ഈസ് ഈക്വൽ ടു 177.33 സ്ക്വയർ സെന്റിമീറ്റർ ഇസ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഓർമ്മ വന്നല്ലോ നിങ്ങൾ പഠിച്ചത്. ഇനി നമുക്ക് മറ്റൊരു ട്രയാങ്കിളിന്റെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ ഒന്ന് കണ്ടു നോക്കാം. എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ്, എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 3, 4, 5. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ? എങ്ങനെ അറിയും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ അല്ലേന്ന്? നമുക്ക് ഡിസ്റ്റൻസ് ഫോമിലേക്ക് ഇത് ആവശ്യം വരുന്നതാണ്. 3 വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള കാര്യം നമുക്ക് എവിടെ കോർഡിനേറ്റ്സിൽ ആവശ്യം വരുന്നതാണ്. എന്താണ്? പ്രൂവ് ദാറ്റ് എ ബി സി ആർ ദ വേർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് ഈ വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് തരുമ്പോ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ബിയുടെ ലെങ്ത് കാണുക, ചെയ്തപ്പോ 3 കിട്ടിയെന്ന് കരുതുക. ബി സിയുടെ ലെങ്ത് കാണുക, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് 4 കിട്ടിയെന്ന് കരുതുക. എ സിയുടെ ലെങ്ത് കാണുക, 5 കിട്ടിയെന്ന് കരുതുക. ദെൻ 3 സ്ക്വയറും 4 സ്ക്വയറും കൂടെ പ്ലസ് ചെയ്തേ 9 + 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 5 സ്ക്വയർ അല്ലേ? അങ്ങനെ വി ക്യാൻ പ്രൂവ് ദാറ്റ് ദ 3 given points are the vertices of a റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന്. അത് കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്റർ കേട്ടോ. അപ്പൊ നമ്മൾ ചാടിപ്പോവുകയാണ്. അപ്പോ ഇവിടെ നമുക്ക് 3, 4, 5 പകരം തന്നിരിക്കുന്നത് 6, 8, 10 ആണെന്ന് കരുതുക. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ എന്ന് ചോദിക്കാം. ഇനി മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. Find the area of right angle triangle with a perpendicular sides 6 cm and 8 cm. ഇത് മാത്രം 6 cm and 8 cm. Find the area of a right angle triangle with a perpendicular sides, ലംബവശങ്ങളുടെ നീളങ്ങൾ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററുമായ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് കാണുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ 6ഉം 8ഉം ബേസും ഹൈറ്റും. അപ്പൊ ഇവിടെ എന്താണ് ഏരിയ? ഏരിയ is equal to half into 6 into 8, half BH. ഏരിയ ഹാഫ് BH ആണ് എപ്പോൾ ബേസും ഹൈറ്റും തരുമ്പോൾ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ 3 into 8 24 സ്ക്വയർ സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും കേട്ടോ. 3 വശങ്ങളുടെ നീളങ്ങൾ തന്നാൽ നമുക്ക് കാണാൻ മറ്റൊരു മാർഗം കൂടിയുണ്ടല്ലോ. എന്തായിരുന്നു ഏരിയ കാണാനുള്ള ഇക്വേഷൻ? എന്തായിരുന്നു? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നുള്ള ഇക്വേഷനും ഉണ്ട്. അതിൽ എസ് എന്താണ്? എസ് ഇസ് ദ സെമി പെരിമീറ്റർ. 10 + 8 + 6 എത്രയാണ്? 10ഉം 8ഉം 6ഉം 10 + 8 + 6/2 എത്രയാണ്? 24/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. സോ എസ് ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതാം. 12 ഇൻറ്റു 12 - 6 ഇൻറ്റു 12 - 8 ഇൻറ്റു 12 - 10 which is equal to root of 12 into 12 6 കുറച്ചാൽ 6 into 12 8 കുറച്ചാൽ 4 into 2 എന്ന് വരും. is equal to root of എങ്ങനെയാണ്? 12നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതും കണ്ടോ. 12നെ ഫാക്ടറൈസ് ചെയ്ത് എഴുതും. 12 എന്ന് പറഞ്ഞാൽ 2 into 3 അല്ലേ 12. നമ്മൾ ഇങ്ങനെ ചെയ്തൊക്കെ നോക്കാം കേട്ടോ. 12 എന്നുള്ളതിനെ 2 കൊണ്ട് 6 ടൈംസ്, 2 കൊണ്ട് 3 ടൈംസ്, 2 into 2 into 3 എന്ന് എഴുതാം. ഈ 6നെ 2 into 3 എന്ന് എഴുതാം. 4നെ 2 into 2 എന്ന് എഴുതാം. then again 2. 9ാം ക്ലാസ്സിൽ പഠിച്ചൊന്ന് ഓർമ്മ വരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. is equal to ഈ 2 2ന് പകരം ഒരു 2 പുറത്തെടുക്കാം. റൂട്ടില്ല ഇപ്പൊ കേട്ടോ. 2 2ന് പകരം ഒരു 2 പുറത്തേക്ക് വന്നു. 2 3ക്ക് പകരം ഒരു 3 എടുത്തു. 2 2ന് പകരം ഒരു 2 എടുത്തു. 2 2ന് പകരം ഒരു 2 കൂടി എടുത്തു. അപ്പൊ എത്ര കിട്ടും? 2 into 3 6, 6 into 4 24. So 24 square centimeter is the area of this triangle. അപ്പോ നമ്മള് ഈ ട്രയാങ്കിളിന്റെ ഏരിയ 2 രീതിയിൽ കണ്ടുപിടിച്ചിരിക്കുക. ഹാഫ് BH വെച്ച് കണ്ടു, 24 കിട്ടി.
റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്തു. അപ്പോഴും 24 കിട്ടി. രണ്ട് രീതിയിൽ ചെയ്തത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നു ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മാത്രമല്ല ഈ ഫാക്ടറൈസേഷൻ ഒന്ന് ഓർക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കുക. ആ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള മെത്തേഡും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞതാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വശങ്ങൾ തന്നിട്ട് അതിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് എങ്ങനെ കണ്ടെത്തും? ഒരു മട്ടത്രികോണത്തിൽ അന്തർലേഖനം ചെയ്തിട്ടുള്ള ഒരു വൃത്തത്തിന്റെ ആരം എങ്ങനെ കണ്ടെത്തും? അതിനുള്ള ഇക്വേഷൻ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABC ഇസ് ഗിവൺ ആൻഡ് ആൻ ഇൻസർക്കിൾ ഈസ് ഡ്രോൺ. ഒരു മട്ടത്രികോണവും അതിൽ ഒരു അന്തർവൃത്തവും വരച്ചിരിക്കുന്നു. ഇനി ഈ അന്തർവൃത്തത്തിന്റെ ആരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ AC is the hypotenuse. AC is the hypotenuse of the triangle, right angle triangle. Okay. Then AB, let AB is equal to A എന്നും BC എന്ന് പറയുന്നതിനെ B എന്നും വിളിക്കണം. AB-യുടെയും BC-യുടെയും നീളങ്ങൾ Aയും Bയും ആണെന്ന് കരുതുക. ഹൈപ്പോടെന്യൂസ് ഈസ് H എന്ന് എടുത്തു. ഓക്കെ, ദെൻ നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ പഠിച്ച ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത് ഇതല്ലേ? ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണെങ്കിൽ എന്താ പ്രത്യേകത? AOPB, ഇവിടെ വേറൊരു പേരുള്ളൂ QOPB ഒരു സ്ക്വയർ ആയിരിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്ന് പറയുകയും ചെയ്തിട്ടുള്ള കാര്യം ഇതൊരു സ്ക്വയർ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ. എപ്പോൾ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളിനകത്ത് ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഇത് ഓൾറെഡി 90 ആണ് എങ്കിൽ ഇതൊരു എന്തായിരിക്കുമെന്ന സ്ക്വയർ ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്ത. അങ്ങനെ സ്ക്വയർ ആണെങ്കിൽ ഇത് റേഡിയസ് അല്ലേ? പിടികിട്ടിയോ? ഇത് റേഡിയസ് അല്ലേ? ഇത് റേഡിയസ് ആണ്. സ്ക്വയർ ആയതുകൊണ്ട് 4 sides ആർ ഈക്വൽ. ഇറ്റ് ഈസ് റേഡിയസ്. ഏത്? BP എന്ന് പറയുന്ന റേഡിയസ് ആണെങ്കിൽ PC എത്ര? BP എന്നത് റേഡിയസ് ആണെങ്കിൽ PC എത്ര? നമുക്കറിയാം BCB എന്ന് നമ്മൾ പറഞ്ഞു. BCനെ നമ്മൾ B എന്ന് വിളിച്ചു. ഇത് R ആണെങ്കിൽ ബാക്കി എത്ര? B മൈനസ് R. ഓക്കെ അല്ലേ? അതുപോലെ ABയെ നമ്മൾ വിളിച്ചത് എന്താ? A എന്ന് വിളിച്ചു. ഇതില് QB എന്നത് റേഡിയസ് ആയതുകൊണ്ട് AQ എന്താണ്? AQ ഇസ് ഈക്വൽ ടു എന്ത് വരും? AQ എന്ന് പറഞ്ഞേ A മൈനസ് R വരും. ഇത് A മൈനസ് R വരും. A മുതൽ Q വരെ A മൈനസ് R വരും. മനസ്സിലായല്ലോ? അപ്പൊ ഒന്ന് പറഞ്ഞേ, AQ ഈസ് ഈക്വൽ ടു A മൈനസ് R ആൻഡ് CP ഈസ് ഈക്വൽ ടു B മൈനസ് R. ഇനി AQ എന്നത് A മൈനസ് R ആണെങ്കിൽ A ഇതിന് M എന്ന് പേര് കൊടുത്താൽ AM എത്രയായിരിക്കും? A മൈനസ് R തന്നെ. ലെങ്ത് ഓഫ് ടാൻജന്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സെയിം സർക്കിൾ. സോ AQവും AM-ഉം എന്ത് തന്നെ? A മൈനസ് R തന്നെ. BC-യുടെ നീളം B ആയതുകൊണ്ട് PC-യുടെ നീളം B മൈനസ് R ആണ്. അപ്പോൾ CM എന്നത് എന്തായിരിക്കും? B മൈനസ് R തന്നെയായിരിക്കും. CP-യും CM-ഉം B മൈനസ് R തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി AC-യുടെ നീളം എന്താണെന്നാ നമ്മൾ പറഞ്ഞത്? H ആണ് ഹൈപ്പോടെന്യൂസ്. AC H ആണെന്ന് പറഞ്ഞു. AC-യുടെ നീളം H ആണ്. H ഈസ് ഈക്വൽ ടു A മൈനസ് R പ്ലസ് B മൈനസ് R. H ഈസ് ഈക്വൽ ടു A മൈനസ് R പ്ലസ് B മൈനസ് R. അല്ലെങ്കിൽ H ഈസ് ഈക്വൽ ടു A പ്ലസ് B മൈനസ് R മൈനസ് R മൈനസ് 2R മൈനസ് R മൈനസ് R മൈനസ് 2R. ദെൻ മൈനസ് 2R-നെ ഇപ്പുറത്തോട്ടും H-നെ അപ്പുറത്തോട്ടും കൊണ്ടുപോയാലോ? മൈനസ് 2R ഇക്വാലിറ്റിയുടെ ഇപ്പുറം വരുമ്പോൾ പോസിറ്റീവ് 2R ആയി. റൈറ്റ് സൈഡിൽ A പ്ലസ് B ഉണ്ട്. H അപ്പുറം പോകുമ്പോൾ മൈനസ് H ആയി. 2R ഈസ് ഈക്വൽ ടു A പ്ലസ് B മൈനസ് H ആൻഡ് R ഈസ് ഈക്വൽ ടു A പ്ലസ് B മൈനസ് H ബൈ 2. അപ്പോ ഈ ഇക്വേഷൻ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏത് ഇക്വേഷൻ ആണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എയും ബിയുമാണ് എങ്കിൽ, ഹൈപ്പോടെന്യൂസ് എച്ചുമാണ് എങ്കിൽ,
in radius of incircle r is equal to a plus b minus h by 2. ഈ ഇക്വേഷൻ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണേ. a plus b minus h by 2 is the in radius of the ട്രയാങ്കിളിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ്. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇക്വേഷൻ മനസ്സിലായല്ലോ. ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു കേട്ടോ, കാണാതെ പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചെടുക്കുകയല്ല, നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടെത്തി. ഇനി നമുക്ക് നോക്കിയേ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഹാവിംഗ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ ആൻഡ് 12 സെന്റിമീറ്റർ. എ എന്നത് 5ഉം ബി എന്നത് 12ഉം പെർപെൻഡിക്കുലർ സൈഡ്സ്. എ 5 സെന്റിമീറ്റർ, ബി 12 സെന്റിമീറ്റർ. എങ്കിൽ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എന്നുള്ളതാണ് ചോദ്യം. 6 കണ്ടുപിടിക്കണം. സോ 6 കാണാനുള്ള ഇക്വേഷൻ a പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2. അപ്പൊ എച്ച് വേണ്ടേ? എച്ച് വേണം. എച്ച് എങ്ങനെ കാണാം? എച്ച് ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 പ്ലസ് 144 എന്നത് റൂട്ട് 169 ആണ്. എത്രയാണ്? 13 സെന്റിമീറ്റർ. കണ്ടോ, 13 സെന്റിമീറ്റർ ആണ് എന്ത് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്നത്. നമുക്ക് കാണേണ്ടത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. സോ റേഡിയസ് ഈസ് ഈക്വൽ ടു, ഇത് പിടികിട്ടിയല്ലോ. അപ്പൊ റേഡിയസ് കാണാൻ എന്ത് ചെയ്യണം? ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ വാല്യൂസ്? എച്ച് 13, എയും ബിയും എത്ര? 5ഉം 12ഉം. സോ ആർ ഈസ് ഈക്വൽ ടു 5 പ്ലസ് 12 മൈനസ് 13 ബൈ 2. എത്രയാണ്? 12 5 17 നിന്ന് 13 കുറച്ചാൽ 4 ആണ്. 4 by 2 2 സെന്റിമീറ്റർ. സോ റേഡിയസ് ഓഫ് ദിസ് ഇൻസർക്കിൾ ഈസ് 2 സെന്റിമീറ്റർ. മനസ്സിലാവുന്നുണ്ടല്ലോ കൂട്ടുകാരെ? നമ്മൾ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ്, റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ്, മട്ടത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം കാണുന്നതിനുള്ള ഫോർമുലയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2 എന്ന് പഠിച്ചു. ഇനി ഈ ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ല എങ്കിലോ, മട്ടത്രികോണം അല്ല എങ്കിലോ, അപ്പോഴും ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണേ. എന്താണ്? ഇൻസർക്കിൾ റേഡിയസ്, റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാംഗിൾ, ഏരിയ ഓഫ് ട്രയാംഗിൾ ഡിവൈഡഡ് ബൈ സെമി പെരിമീറ്റർ, സെമി പെരിമീറ്റർ. ഈ ഇക്വേഷനും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഇത് എപ്പോഴാ പ്രയോഗിക്കുക? ട്രയാംഗിളിന്റെ സൈഡ്സ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ സൈഡ്സ് അല്ലാത്തപ്പോൾ, അതായത് വെൻ ദ ട്രയാംഗിൾ ഈസ് നോട്ട് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, മട്ടത്രികോണത്തിന്റെ വശങ്ങൾ അല്ല എങ്കിൽ, മട്ടത്രികോണങ്ങൾ അല്ല എങ്കിൽ നമ്മൾക്ക് ഇൻസർക്കിളിന്റെ റേഡിയസ് കാണാനായിട്ട് ഈ ഫോർമുല ഉപയോഗിക്കണം. ഇപ്പൊ 2 ഫോർമുല പറഞ്ഞു, ഓർക്കണം, ശ്രദ്ധിക്കണം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2 എന്നതും, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ല 3 വശങ്ങളാണ് തന്നിരിക്കുന്നത് എങ്കിൽ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ല എങ്കിൽ 3 വശങ്ങളാണ് തന്നിരിക്കുന്നതെങ്കിൽ റേഡിയസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാംഗിൾ ബൈ സെമി പെരിമീറ്റർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഇവിടെ ഏരിയ ഓഫ് ട്രയാംഗിൾ കാണേണ്ടി വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യമേ ചെയ്തില്ലേ, ഏരിയ ഓഫ് ട്രയാംഗിൾ വെൻ 3 സൈഡ്സ് ആർ ഗിവൺ. 3 വശങ്ങളുടെ നീളങ്ങൾ തന്നാൽ ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണും എന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് വേണ്ടിയാണ് സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്നും പറഞ്ഞു. ഇനി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഇത് പറഞ്ഞു, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിലും ഇത് പ്രയോഗിക്കാം കേട്ടോ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എ ട്രയാംഗിൾ വിത്ത് സൈഡ്സ് 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ, 3, 4, 5 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ത്രികോണത്തിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന, അന്തർലേഖനം ചെയ്തിരിക്കുന്ന വൃത്തത്തിന്റെ ആരം കണ്ടെത്താൻ ചോദിച്ചാൽ ഇതിന്റെ വശങ്ങൾ 3, 4, 5 അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാംഗിൾ, ഏരിയ ഓഫ് ട്രയാംഗിൾ എന്താണ്? ഫോർമുല എന്താ പറഞ്ഞ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, വേർ എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. 5, 4, 9, 12 ബൈ 2 എന്നത് 6 ആണ്. സോ റൂട്ട് ഓഫ് 6 ഇൻറ്റു
6 - 3 എത്രയാണ്? 3 ഇൻറ്റു 6 - 4 2 ഇൻറ്റു 6 - 5 1 ഈസ് ഈക്വൽ ടു, നമ്മള് ഇത് റൂട്ട് കാണാൻ 6നെ 2 ഇൻറ്റു 3 എന്നും 3 ഇൻറ്റു 2 എന്ന് വന്നു. ഇതിൽ നിന്ന് ഒരു പെയർ പുറത്തെടുത്തപ്പോൾ 6 എന്ന് കിട്ടി. സോ 6 square centimeter is the area of triangle. And radius of incircle is equal to, formula എന്താ പറഞ്ഞു, area of triangle divided by semi perimeter, which is equal to എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ 6 എന്ന് കിട്ടി, ബൈ സെമി പെരിമീറ്റർ 6 തന്നെയാണ്. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ a+b+c/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഏത് ഫോർമുല? റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബൈ സെമി പെരിമീറ്റർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ബി വെച്ച് വെച്ച് കാണാം. 3 വശങ്ങൾ തന്നാൽ റൂട്ട് ഓഫ് s ഇൻറ്റു s - a ഇൻറ്റു s - b ഇൻറ്റു s - c, വേറെ s ഈസ് ഈക്വൽ ടു a+b+c/2 ഉപയോഗിച്ച് കാണാം. എങ്ങനെയും ഏരിയ കാണുക, എന്നിട്ട് ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ നീളങ്ങളുടെ തുക ബൈ 2, ചുറ്റളവിന്റെ പകുതി. അപ്പോൾ നമുക്ക് ഇൻ റേഡിയസ് 1 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഒരു രീതിയിൽ ചെയ്തു. ഇനി രണ്ടാമത്തെ രീതി ഒന്ന് നോക്കിയേ. A triangle with sides 3 cm, 4 cm and 5 cm. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ? ആണ്. 3 square 9, 4 square 16, 9ഉം 16ഉം കൂടെ കൂട്ടിയ 25, 5ന്റെ സ്ക്വയർ 25 ആണ്. അപ്പൊ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമാണ്. അതുകൊണ്ടും അടുത്ത രീതി, നമ്മൾ ആദ്യം പഠിച്ച രീതി, റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഈസ് ഈക്വൽ ടു a+b - h/2 ചെയ്താൽ എയും ബിയും എത്ര? പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. 3ഉം 4ഉം ആണ്. 5 വരില്ല, 5 ഹൈപ്പോട്ടന്യൂസ് ആണ്. 3 + 4 - 5/2 ആണ്. 4 3 7, 7 5 കുറച്ച് 2, 2/2 1 എന്ന് കിട്ടി. കണ്ടോ? ഇതും 1 എന്ന് കിട്ടി. ഈ രീതിയിൽ ചെയ്തപ്പോഴും 1 എന്ന് കിട്ടി. അപ്പോൾ എവിടെ ആണ്, ഏത് ഇക്വേഷനാണ് പ്രയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ അവസരോചിതമായിട്ട് ചിന്തിച്ച് ചെയ്യണമെന്ന് ഞാനിപ്പോൾ ഓർപ്പിക്കുകയാണ്. അടുത്ത പ്രോബ്ലം നോക്കിയേ. ഈ ചോദ്യം അല്പം കുഴപ്പിക്കുന്നതാണ്. എങ്കിലും എപ്പോഴും എളുപ്പമുള്ള ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ത്രില്ലല്ലേ. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിക്കുന്ന, എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കണ്ടിന്യൂസ് കണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് അപ്പൊ നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം, സോൾവ് ചെയ്ത് നോക്കാം. ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാട്ടോ. നോക്കാം ചോദ്യം. പ്രൂവ് ദാറ്റ് ഇഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് h and the radius of its incircle is r, then its area is r into h plus r. കണ്ടോ? ചോദ്യം കാണുമ്പോൾ ചിലപ്പോ ചില കുട്ടികൾ, പഠിക്കാത്ത കുട്ടികൾ ഇട്ടിട്ട് പോയെന്നിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യണം. എങ്ങനെ ചെയ്യും നോക്കാം. നമ്മള് ഇപ്പൊ പഠിച്ച 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? റേഡിയസ് ഓഫ് ഇൻസർക്കിൾ വെൻ സൈഡ്സ് a, b and hypotenuse h are given, r is equal to a+b - h/2. രണ്ടാമത്, ഏരിയ ഓഫ് ഇൻസർക്കിൾ ഓഫ് എനി ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് a, b, c, 3 വശങ്ങളുടെ നീളങ്ങൾ ABC ആണെങ്കിൽ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ സെമി പെരിമീറ്റർ, ഹാഫ് പെരിമീറ്റർ എന്ന് പഠിച്ചു. ഈ 2 കാര്യങ്ങൾ ഓർമ്മ വെച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് AB-യുടെ ലെങ്ത് a ആണെങ്കിൽ എന്താണ്? ഇത് a - r ആണ്, ഇത് r ആണ്. റേഡിയസ് ഇത് b - r ആണ്. അറിയാവുന്ന കാര്യങ്ങൾ. ദെൻ AC എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ. അപ്പോ 3 വശങ്ങൾ എന്തൊക്കെ? A, B, C. AB is equal to Aയും BC is equal to Bയും AC is equal to H. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് കാണേണ്ടത്. ഫൈൻഡ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. r into h plus r എന്ന്. സോ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് b തന്നെയാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് a ആണ്. അതുകൊണ്ട് നമുക്ക് ഹാഫ് ബി എച്ച് എന്നതിന് പകരം ഹാഫ് എ ബി എന്ന് എഴുതണേ. മനസ്സിലായോ എന്തുകൊണ്ടാണ്? ഹാഫ് ബി എച്ച് എന്ന് എഴുതി വരുമ്പോൾ h ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഇരിപ്പുണ്ട്. ഹാഫ് ബി എച്ച് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഡിവൈഡ് ബൈ 2 ആണ്. പെർപെൻഡിക്കുലർ സൈഡ്സ് എയും ബിയും ആണ്. സോ ഹാഫ് എ ബി എന്ന് തന്നെ എഴുതണം. അബദ്ധത്തിൽ സ്പീഡിൽ എഴുതി വരുമ്പോൾ ഹാഫ് ബി എച്ച് എന്നായി പോരും. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഹാഫ് എ ബി. ദെൻ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഈസ് എന്താണ്?
a plus b minus h by 2. a plus b minus h by 2. r is equal to radius of incircle r is equal to a plus b minus h by 2. അറിയാമല്ലോ. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം ഡിറൈവ് ചെയ്തെടുക്കാം. 2 ഇങ്ങോട്ട് എടുത്താൽ 2r is equal to a plus b minus h. 2r is equal to a plus b minus h. മൈനസ് h ഇപ്പുറം എടുത്താൽ 2r plus h is equal to a plus b. 2r plus h is equal to a plus b. അതിവിടെ നിൽക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് ആവശ്യം വരുവേ. ഈ ഒരു കാര്യം നമുക്ക് ആവശ്യം വരും. ഇനി അടുത്തതായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട r into h plus r കേട്ടോ. r into h plus r എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. r into h plus r. ഓക്കെ. ഇനി then again radius of incircle in second method. Radius of incircle in second method r is equal to എന്തായിരുന്നു? area of triangle divided by semi perimeter, half perimeter. ഇത് നമ്മൾ പഠിച്ചതാണ്. area of triangle divided by semi perimeter. ഇതാണ് radius of എന്താ incircle. ഇനി r is equal to area of triangle divided by semi perimeter എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ a plus b plus h by 2. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ അഥവാ ചുറ്റളവിന്റെ പകുതി. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? a plus b plus h by 2. നമുക്കത് എഴുതാട്ടോ. ഇപ്പോ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതി അങ്ങോട്ട് പോവുകയാണ്. സെമി പെരിമീറ്റർ എന്ന് എഴുതി. ഇനി നോക്കുക, ഇതിൽ നിന്ന് 1 into area. Area of triangle is equal to r into semi perimeter. ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു r into semi perimeter. നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു r into r എന്ന് പറഞ്ഞാൽ എന്താ? r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ആണ്. എന്തായിരുന്നു? a plus b minus h by 2 അല്ലേ? റേഡിയസ് ഓഫ് ഇൻസർക്കിൾ നമ്മൾ ആദ്യം കണ്ടുവച്ച് ഓർക്കണല്ലേ? റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്ന a plus b minus h by 2 ഇപ്പൊ നമ്മൾ കണ്ടുവച്ചതാണ്. ഇൻറ്റു സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് സൈഡ്സ് ഓഫ് ട്രയാംഗിൾ a plus b plus h അതിന്റെ പകുതി. അതാണ് സെമി പെരിമീറ്റർ. നമ്മൾ ഇവിടെ എഴുതാൻ പോയി, അത് ഇവിടെ എഴുതി കേട്ടോ. a plus b plus h by 2 എന്ന് വന്നു. ഇനി നമ്മള് a plus bക്ക് പകരം ദേ ഇവിടെ നമ്മളൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. 2r plus h എന്ന് a plus bക്ക് പകരം എഴുതാം എന്ന് നമ്മൾ നേരത്തെ എഴുതി വെച്ചേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ a plus bക്ക് പകരം എന്ത് എഴുതാം? 2r plus h എന്ന് എഴുതുകയാണ്. a plus bക്ക് പകരം 2r plus h minus h എന്ന് എഴുതി. എവിടെയാ മനസ്സിലായോ? a plus b എന്നതിന് പകരം 2r plus h എന്ന് നമ്മൾ ഇവിടെ എഴുതുകയാണ്. എന്തിനു പകരം? a plus bക്ക് പകരം 2r plus h എന്ന് എഴുതി മൈനസ് h by 2 ഇൻറ്റു ഇവിടെ പറ്റില്ല. ഇവിടെ എന്ത് എഴുതാം? a plus bക്ക് പകരം 2r plus h plus h by 2. മനസ്സിലായോ? a plus bക്ക് പകരം 2r plus h plus h by 2. ഇനി ഇവിടെ h വെച്ചും ക്യാൻസൽ ആയി പോയി കണ്ടോ. അപ്പൊ ബാക്കി എന്തുണ്ട് നോക്കാം. h വെച്ചും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇവിടെ എഴുതാനുള്ളത് നോക്കുക. 2r by 2 ഒന്നുണ്ട്. 2r by 2 ഇൻറ്റു ഇവിടെ എന്തുണ്ട്? 2r plus 2h by 2 കണ്ടോ. h വെച്ചും 2h. നമ്മള് ഓരോ സ്റ്റെപ്പുകളും വരുമ്പോഴത്തേക്ക് സംശയം ഉണ്ടെങ്കിൽ ബാക്കിലേക്ക് ഒന്നുകൂടി നോക്കണേ, പുറകിലേക്ക് ഇറങ്ങി നോക്കണേ. അപ്പൊ 2r plus 2h by 2 എന്ന് വന്നു. 2 ക്യാൻസൽ ആയി. r ഇൻറ്റു ഇവിടെ 2 കോമൺ ഫാക്ടർ എടുക്കാം കണ്ടോ. ഇങ്ങനെ വരും. r 2r plus 2h 2 കോമൺ ഫാക്ടർ എടുത്താൽ 2 into r plus h എന്ന് എഴുതാം. ശരിയല്ലേ? 2r plus 2h എന്നുള്ളതാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്തത്. ഈ 2 കട്ടായി പോയി. ബാക്കി എന്ത് വന്നു? r into r plus h അല്ലെങ്കിൽ r into h plus r നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതാണ്. മനസ്സിലായല്ലോ? അപ്പൊ അല്പം കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ 2 തവണ എഴുതി നോക്കണം, എങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്റെ പ്രിയ കുട്ടികളെ, ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ടാൻജൻസ് എന്ന മനോഹരമായ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനുശേഷം റിവിഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തരാം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഈ പ്രൂഫ് നോക്കിയേ. Prove that the radius of the incircle of an equilateral triangle is half the radius of its circumcircle. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഇത്തിരി വലിയൊരു പ്രോബ്ലം ആയിരുന്നു. അതങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ചെയ്തു. എങ്കിലും നിങ്ങൾ അത് പരിശ്രമിച്ച് നന്നാക്കി എടുക്കും.
അതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൂഫാണിത്. പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിരിക്കുന്നു. An equilateral triangle ABC is given and its circumcircle and incircle are drawn. 9ാം ക്ലാസ്സിൽ പഠിച്ചാണ് സർക്കംസർക്കിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഈ വർഷം നിങ്ങൾ പഠിച്ചാണ് ഇൻസർക്കിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ ഒന്നും വേണ്ട, അത് ഓൾറെഡി തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് the radius of the incircle of an equilateral triangle. Equilateral triangle ന്റെ incircle ഇതാണ് അതിന്റെ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ? ശരിയാണല്ലോ. എങ്ങോട്ടാണെങ്കിലും ആകട്ടോ, ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. നമുക്ക് സ്മോൾ ആർ എന്ന് വിളിക്കാം. ദെൻ ഈസ് എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ റേഡിയസ് ഓഫ് ഇറ്റ് സർക്കംസർക്കിൾ. സർക്കംസർക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ സർക്കിൾ, അതിന്റെ റേഡിയസ് ഒന്ന് വരച്ചേ. ഇതിന്റെ വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് വലിയ സർക്കിളിലേക്കുള്ള ജോയിൻ ചെയ്താൽ കിട്ടുന്നത്. കണ്ടോ? അതിനെ ക്യാപിറ്റൽ ആർ എന്ന് വിളിച്ചു. വലിയ സർക്കിളിന്റെ റേഡിയസ്. ഈ വരച്ചിരിക്കുന്നതൊക്കെ മനസ്സിലായോ എന്താണ്? ഇത് ക്യാപിറ്റൽ ആർ ആണ്. വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. വലിയ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിലേക്കുള്ള അകലമാണ് ക്യാപിറ്റൽ ആർ. സ്മോൾ ആർ എന്ന് പറയുന്നത് ചെറിയ സർക്കിളിന്റെ റേഡിയസ്, ചെറിയ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഒരു പോയിന്റ് ആയ പിയിലേക്കുള്ള അകലമാണ് വരച്ചിരിക്കുന്നത്. സർക്കം സർക്കിൾ ആയാലും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇൻസർക്കിൾ ആണെങ്കിലും സെന്റർ സെയിം ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കം സെന്ററും ഇൻ സെന്ററും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് 2 3 തന്നെ വരുന്നത് കേട്ടോ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ മാത്രം, മറ്റു ട്രയാങ്കിളിലൊന്നും ഇങ്ങനെ വരില്ലേ. സർക്കം സെന്റർ വേറെ, സർക്കം സർക്കിളിന്റെ സെന്റർ ഓ ആണെങ്കിൽ ഇൻസർക്കിളിന്റെ സെന്റർ വേറെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ദെൻ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 60 ഡിഗ്രി വീതമല്ലേ. അപ്പൊ ഇത് എത്ര ഡിഗ്രി? ദെൻ ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി, ദിസ് ഈസ് 90 ഡിഗ്രി. റീസൺ നമുക്കറിയാം, പെർപെൻഡിക്കുലർ ആണ്. 30 90 ആയെങ്കിൽ ഇത് ബാക്കി 60. ദേ ട്രിഗണോമെട്രിയിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് ട്രിഗണോമെട്രിയിലേക്ക് വരാം. 90 degree, 30 degree and 60 degree. This is small r and this one is capital R. This angle is 30 degree. നമുക്ക് ട്രിഗണോമെട്രിയിൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം, ഹൈപ്പോട്ടന്യൂസും ഉണ്ട് ഇവിടെ. എങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണ്? സൈൻ ഇതാണ് ബി. സൈൻ ബി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ ബി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആർ ആണ്. ബൈ എത്ര? ഹൈപ്പോട്ടന്യൂസ് ക്യാപിറ്റൽ ആർ ആണ്. കണ്ടോ? ആർ ബൈ ക്യാപിറ്റൽ ആർ. സൈൻ 30യുടെ വാല്യൂ എത്രയാ? കാണാതെ പഠിക്കണ്ട കേട്ടോ. ആ ടേബിള് 1/2 1/√2 √3/2 ആ ടേബിൾ കാണാതെ പഠിക്കണേ. അപ്പൊ സൈൻ 30യുടെ വാല്യൂ അതിൽ നിന്ന് 1/2 എന്ന് കിട്ടി. 1/2 ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ. 1/2 ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് radius of the incircle, that is small r, cross multiply 2r into 2 into r, 2r is equal to 1 into r, capital R. Therefore r is equal to capital R by 2. Incircle of an equilateral triangle is radius is half the radius of its circumcircle. capital R ന്റെ പകുതി എന്ന് പ്രൂവ് ചെയ്തു. ഇത് ഒരു എളുപ്പമായിട്ടുള്ള ഒരു പ്രൂഫാണ്. ഇതോടെ ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.